സർക്കാരിന്റെ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽ നിന്നും ഭാഗികമായി പിന്മാറി സ്വകാര്യ ആശുപത്രികൾ. അടിയന്തരമായി വേണ്ട ശസ്ത്രക്രിയകൾ, ഡയാലിസിസ് സേവനങ്ങൾ മാത്രമേ ഇനി കാരുണ്യ വഴി സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ലഭ്യമാകൂ. പദ്ധതിയുടെ ഭാഗമായ സ്വകാര്യ സർക്കാർ ആശുപത്രികൾക്കായി സർക്കാർ നൽകാനുള്ളത് 950 കോടിയിലധികം രൂപയാണ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ കാർഡുമായി സ്വകാര്യ ആശുപത്രിയിലെത്തിയാൽ ഇനി ചികിത്സ ലഭിക്കില്ല. ഹൃദയ ശസ്ത്രക്രിയ, ഡയാലിസിസ് തുടങ്ങി അടിയന്തര പ്രാധാന്യമുള്ള രോഗങ്ങൾക്ക് മാത്രമായി സ്വകാര്യ ആശുപത്രികൾ ചികിത്സ ചുരുക്കി. ഈ വരുന്ന തിങ്കളാഴ്ച മുതൽ ചികിത്സ ഭാഗികമായിരിക്കും. രോഗികളെ വിവരമറിയിക്കുന്നതിനായി എല്ലാ ആശുപത്രികളിലും കാരുണ്യ ആരോഗ്യ ചികിത്സാ പദ്ധതി ഈ ആശുപത്രിയിൽ നിർത്തി എന്ന ബോർഡ് വയ്ക്കും. രീതിയിലുള്ള അടിയന്തരമായി വളരെ അത്യാവശ്യമായ ചികിത്സകൾ മാത്രമേ ഈ പദ്ധതി പ്രകാരം നൽകുകയുള്ളൂ. ഈ കുടിശ്ശികൾ തീർത്തതിന് ശേഷം മാത്രമേ ഞങ്ങൾ ഈ പദ്ധതിയിൽ പരിപൂർണമായ ചികിത്സ നൽകുവാൻ ഉദ്ദേശിക്കുന്നത്. ഇനിയും കുടിശ്ശിക ഇങ്ങനെ തുടരുകയാണ് എങ്കിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പദ്ധതിയിൽ നിന്ന് ഓരോ ആളുകളായി വിട്ടുനിന്ന് ഈ പദ്ധതിയുമായി യാതൊരു രീതിയിലും സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിയില്ല. കുടിശ്ശിക വേഗം നൽകാൻ നിർദ്ദേശിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ആശുപത്രി മാനേജ്മെന്റുകൾ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജിയിലും വേഗം തീർപ്പുണ്ടാക്കാനാണ് മാനേജ്മെന്റ് അസോസിയേഷനുകളുടെ തീരുമാനം. കാരുണ്യ പദ്ധതിയിൽ മാത്രം 950 കോടിയിലേറെ രൂപ, കാരുണ്യ ബെനവലന്റ് ഫണ്ടിൽ 185 കോടി രൂപ, ആരോഗ്യ കിരണം പദ്ധതിയിൽ 50 ലക്ഷം രൂപ. ഇങ്ങനെയാണ് സർക്കാർ നൽകാനുള്ള കുടിശ്ശിക. സർക്കാരിന്റെ കരുണ പദ്ധതിയുടെ പേരിൽ മാത്രമായപ്പോൾ നെട്ടോട്ടമോടുന്നത് സാധാരണക്കാരായ രോഗികളാണ്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ PR പ്രവീണ, ഇൻ റിപ്പോർട്ടർ, കോട്ടയം.